അനാദികാലത്തേക്കോ ആചാരങ്ങൾ എന്ന ഈ വിഷയത്തിലെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ സണ്ണി എം കവിക്കാടും ശ്രീ രാഹുൽ ഈശ്വരുമാണ്. ശ്രീ സണ്ണി എം കവിക്കാട്, ഈ അമ്പലങ്ങളിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തിരുത്തലോ മാറ്റങ്ങളോ ആവശ്യപ്പെടാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചകൾക്ക് തുടക്കമിടാനോ രാഷ്ട്രീയക്കാർ ആരാണ്, അല്ലെങ്കിൽ നിരീശ്വരവാദികൾക്ക് എങ്ങനെ അത് കഴിയും? അത് ഈ വിശ്വാസി സമൂഹവും ഈ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ആണ് അതിൽ അഭിപ്രായം പറയേണ്ടത് എന്നാണ് രാഹുൽ ഈശ്വറിന്റെ കാഴ്ചപ്പാട്. അതൊരു പുതിയ കാഴ്ചപ്പാടൊന്നുമല്ല. എല്ലാ കാലത്തും ഈ സനാതന ധർമ്മം നിലനിൽക്കണമെന്നുള്ള മറവിൽ ബ്രാഹ്മണ്യാധികാരത്തെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നവർ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. രാഹുൽ ഇതെല്ലാം കൂടി മൊത്തത്തിലിങ്ങനെ പറയുന്നത് കൊണ്ട് ഇദ്ദേഹം യഥാർത്ഥത്തിൽ എന്താണ് ഇക്കാര്യത്തിൽ എടുക്കുന്നൊരു സ്റ്റാൻഡ് എന്നത് കേൾക്കുന്ന ആൾക്കൊട്ടും വ്യക്തമല്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് രാഹുൽ എൻ്റെ ഒരു സുഹൃത്ത് എന്ന നിലക്ക് കൂടി ഞാൻ പറയുന്നത് കുറച്ചുകൂടി വ്യക്തമായ കാര്യങ്ങൾ താങ്കൾ പറയും. എന്താണ് താങ്കളുടെ നിലപാടെന്നുള്ളത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ പറയുന്നൊരു വിശ്വാസമനുസരിച്ച് പുരുഷൻ്റെ നെഞ്ചിലാണത്രേ ചക്രം, അങ്ങനെയാണ്, അതൊരു വിശ്വാസമാണ്. അതുകൊണ്ട് ഷർട്ട് ഊരിക്കേ പറ്റൂ എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. എനിക്ക് രാഹുലിനോട് ചോദിക്കാനുള്ളത്, 1921 തൃപ്പൂണിത്തുറ പൂർണ്ണത്രയേശ്വരി ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന നായർ സ്ത്രീയുടെ ബ്ലൗസ് ഊരി വെപ്പിച്ചു. അമ്പലത്തിൽ നിന്നിറങ്ങി വന്ന ആൾക്കാർ ബ്ലൗസ് ഊരി വെച്ചിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പറയുന്നു സ്ത്രീകളുടെ നെറ്റിയിലാണത്രേ കേന്ദ്രം. പിന്നെ എന്തിനായിരിക്കും ആ സ്ത്രീയുടെ ബ്ലൗസ് അവർ ഉരിപ്പിച്ച് വെച്ചത്? അതോ താങ്കൾ പറയുന്ന ഈ ആചാരങ്ങൾ അല്ലെങ്കിൽ ഈ വിശ്വാസങ്ങൾ 1921 ശേഷം എഴുതിയ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് ഉണ്ടായി വന്നാണോ? ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ഓരോരോ അവസരങ്ങൾ മാറ്റിയും മറിച്ചും പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതല്ലാതെ നിങ്ങൾ യഥാർത്ഥം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആചാരങ്ങൾ പരിഷ്കരിക്കപ്പെട്ടത് ആചാരം നടത്തിക്കൊണ്ട് പോയവരാലല്ല. ചരിത്രത്തിൽ അങ്ങനെ ഒരു പാഠമില്ല. എവിടെയാണുള്ളത്? വൈക്കം സത്യാഗ്രഹത്തിന് ധീരമായി നേതൃത്വം കൊടുത്ത ഇ വി രാമസ്വാമി നായ്ക്കർ അറിയപ്പെടുന്ന ഒരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിരീശ്വരവാദ പദവി മനുഷ്യാവകാശ സമരത്തിനൊരു തടസ്സമായിരുന്നില്ല. ഒന്ന്. രണ്ടാമതൊരു കാര്യം, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണത്തെക്കുറിച്ച് പറയാൻ മുഖ്യമന്ത്രിക്ക് എന്താണ് അവകാശമെന്ന് വിശ്വാസികളാണെന്ന് പറയുന്നവർ ചോദിക്കുന്നതിൽ ഒരു അപകടമുണ്ട്. അതായത് ഇവിടുത്തെ കാര്യം ഞങ്ങൾ തീരുമാനിക്കും, മുഖ്യമന്ത്രിയും ഭരണഘടനയും ഞങ്ങൾക്ക് ബാധകമല്ലെന്നുള്ള വെല്ലുവിളിയാണ് ഇവർ യഥാർത്ഥത്തിൽ ഉയർത്തുന്നത്. അത് യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഒരു രാഷ്ട്രത്തിലെ പ്രജകളും ഇവിടുത്തെ പൗരന്മാരും ഇവിടുത്തെ ഒരു ഭരണഘടന അനുസരിക്കുന്നവരുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സമൂഹത്തിലുള്ള കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും ഭരണഘടനാ വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരൊക്കെ അഭിപ്രായം പറയും. അപ്പോൾ നിങ്ങളതിനെ എപ്പോഴും പ്രതിരോധിക്കുന്നത് വിശ്വാസം എന്ന വാക്കെടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ്. അതാണ് നിങ്ങളുടെ ഈ അവ്യക്തതയുടെ ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ പറയുന്നത് പള്ളിയായാലും ക്രിസ്ത്യൻ പള്ളിയായാലും മുസ്ലിം പള്ളിയായാലും ഹിന്ദു ദേവാലയങ്ങളായാലും ഇതെല്ലാം അതിനകത്തുള്ള ആൾക്കാർ തീരുമാനിച്ച് പരിഷ്കരിക്കട്ടെ എന്ന്. ഇത് ചരിത്രത്തിൽ എവിടെയാണ് അതിനൊരു തെളിവുള്ളത് അങ്ങനെ പരിഷ്കരിച്ചത്?